എൻ.എം. വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ബത്തേരി എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൽപ്പറ്റ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ 11 മണി മുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേസിൽ എൻ.ഡി. അപ്പച്ചന്റെയും കെ ഗോപിനാഥന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 10 മണി മുതൽ 4 മണി വരെ 3 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാമെന്ന കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഐ.സി. ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. രാവിലെ 10:45 എം.എൽ.എ. ചോദ്യം ചെയ്യലിന് ഹാജരായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് പ്രതികൾ 10 മണിക്ക് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കൽപ്പറ്റ പോലീസ് ക്യാമ്പിലാണ് ഐ.സി. ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ചോദ്യം ചെയ്യലിനെത്തിയ ഐ.സി. ബാലകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചല്ലോ, ഇടക്കാല ജാമ്യം അനുവദിച്ചു. എൻ.എം. വിജയേട്ടൻ്റെ മകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന എൻ്റെ പേരിലാണല്ലോ. ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് SP-ക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാകുകയാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനിടെ കെ ഗോപിനാഥിനെ വീട്ടിലെത്തിച്ചും എൻ.ഡി. അപ്പച്ചനെ DCC ഓഫീസിലെത്തിച്ചും പോലീസ് തെളിവ് ശേഖരണം നടത്തിയിരുന്നു. എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ഓഫീസിലും വസതിയിലും എത്തിച്ച് അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ മാത്രമല്ല, DCC പ്രസിഡന്റും MLA-യുമായിരിക്കെ നടത്തിയ വിവിധ സാമ്പത്തിക ഇടപാടുകളിലും MLA-യിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. കൈരളി ന്യൂസ്, വയനാട്.